അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിഷുവാണ്. എല്ലാവരും വിഷു നാളിൽ സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷുദിനം ആയിരിക്കട്ടെ ഇനിയുള്ള ദിവസങ്ങളിലും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെ പ്രതീക്ഷിക്കുന്ന കളക്ഷനുകൾ എത്രയൊക്കെയാണെന്നുള്ളതായിരുന്നു നമ്മൾ വിശകലനം ചെയ്തത്. അത് ബുക്കിംഗ് ഡേറ്റയൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ വിശകലനം ചെയ്തത്. അത് ഏകദേശം കൃത്യമായിട്ട് വരുന്ന കാര്യമാണ് തോന്നുന്നത്. പക്ഷേ ഒരു ദുഃഖകരമായ വാർത്തയുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, മിനിഞ്ഞാന്നത്തെ അപേക്ഷിച്ച് ബഫൂക്കയുടെ കളക്ഷൻ ഇന്നലെ കൂടിയേക്കാം എന്ന് പറഞ്ഞിരുന്നു. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ബഫൂക്കയുടെ ആരാധകർ, മമ്മൂട്ടി ആരാധകർ ക്ഷമിക്കുക. മിനിഞ്ഞാന്നത്തേക്കാളും ശനിയാഴ്ചത്തേക്കാളിലും കുറവ് കളക്ഷനാണ് ഞായറാഴ്ച ബഫൂക്ക നേടിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഡേറ്റകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് കൃത്യമായിട്ടുള്ള ഡേറ്റകളല്ല, ഇനിയും ഒരു വിഷയം കൂടാം. അപ്പോൾ ഇന്നലെ നമ്മൾ സന്തോഷിച്ചത് വെറുതെയായി. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞൊരു ബഫൂക്കയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് തന്നെ എനിക്ക് സന്തോഷകരമാണെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മളെ ആരാണ് ചതിച്ചത് എന്നില്ല, പ്രേക്ഷകരാണ് ചതിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ചിത്രത്തിന് ആൾക്കാർ കയറാതിരിക്കും അല്ലേ? ബഫൂക്കയെ സംഭവം ഇൻ്റർനാഷണൽ ചിത്രമാണെന്നാണ് മമ്മൂട്ടി ആരാധകരും ബഫൂക്കയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പറയുന്നത്. ഇൻ്റർനാഷണൽ ഫിലിം, അതുപോലെ ക്ലൈമാക്സ് കണ്ടാൽ മതി കാശ് മുതലാകും എന്നൊക്കെയാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊന്നും ജനങ്ങൾ വിശ്വസിച്ച ലക്ഷണം കാണുന്നില്ല. നമ്മൾ കളക്ഷൻ നോക്കിക്കഴിയുമ്പോൾ അടിപൊളി സിനിമയ്ക്ക് അടിപൊളി അധപ്പതനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? നമുക്ക് ആദ്യമായിട്ട് ഇത് എന്താ പറയുക, ഞാൻ ഈ ആവശ്യമില്ലാത്തടത്തൊക്കെ ചൊറിഞ്ഞ് ഉള്ള ചീത്തവിളി മൊത്തം വാങ്ങി കുടുംബത്തേക്ക് കൊണ്ടുപോകുക. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഏതായാലും ചീത്ത വിളിക്കുന്നവർക്കും ചീത്ത വിളി ഇനി സൂക്ഷിക്കുന്നവർക്കും എല്ലാം വേണ്ടി നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും തുടങ്ങിയാണ്. ആദ്യമായിട്ട് നമുക്ക് എമ്പുരാൻ വിശേഷങ്ങൾ. എമ്പുരാൻ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ശനിയാഴ്ച അപേക്ഷിച്ച് ഞായറാഴ്ച കളക്ഷൻ കൂടുതലായിരുന്നു. ഏകദേശം 50 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ഇന്നലെ എമ്പുരാൻ നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഡേറ്റ പുറത്തു വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്നുകൊണ്ട് 85 ലക്ഷത്തിലേക്ക് എമ്പുരാൻ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി എമ്പുരാനെ പറ്റി പറഞ്ഞ് നമ്മൾ കാട് കയറി എന്ന് പറയണ്ട. ഇപ്പം അടുത്തത് ബഫൂക്ക, നമ്മുടെ മമ്മൂട്ടി ചിത്രം. ഞാൻ എന്ത് പറയും എന്നതിനെ പറ്റി ആലോചിച്ചിരിക്കും. എന്ത് പറഞ്ഞാലും അത് ഞാൻ മനഃപൂർവ്വം പറയുന്നതാണെന്നാണ് ഇവിടെ ചിലർ പറയുന്നത്. എൻ്റെ പൊന്നു ഫേദന്മാരെ, ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല. ഇൻ്റർനാഷണൽ പടമാണെങ്കിലും അടിപൊളി ചിത്രമാണെങ്കിലും ഈ ലെവലൊരു ചിത്രം ഇറങ്ങിയിട്ടില്ലെങ്കിലും അത് പ്രേക്ഷകർക്ക് അങ്ങോട്ട് ദഹിച്ച മട്ട് കാണുന്നില്ല. എന്ത് ചെയ്യാനാണ്? പല കാര്യങ്ങളും ഇങ്ങനെ, പല നല്ല കാര്യങ്ങളും പ്രേക്ഷകർ അംഗീകരിക്കുന്നില്ല എന്നറിയുമ്പോഴും നമുക്ക് ദുഃഖിക്കാനല്ലേ പറ്റും. നമുക്ക് അല്പനേരം മൗനം ആചരിച്ചാലോ. ഏതായാലും ബഫൂക്കയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. 3.2 കോടിയായിരുന്നു. 3.20 ലക്ഷമായിരുന്നു ആദ്യ ദിനം നേടിയത്. മികച്ചൊരു കളക്ഷനാണ് തുടങ്ങിയത്. രണ്ടാം ദിനം വന്നപ്പോൾ 2,10,00,000 കുറഞ്ഞു. മൂന്നാം ദിവസം വന്നപ്പോൾ 2 കോടിയായിട്ട് കുറഞ്ഞു. നാലാം ദിവസം ഇന്നലെ 1,88,00,000 മാത്രമേ ഇത് നേടിയുള്ളൂ എന്നാണ് പറയുന്നത്. ഞാൻ പ്രതീക്ഷിച്ചത് 2.5 കോടിയെങ്കിലും ഇത് നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 1,88,00,000 ഇത് നേടിയെന്നാണ് പറയുന്നത്. ഇനിയും കണക്ക് കൂട്ടിയതിനകത്ത് വല്ല തെറ്റ് പറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. കാരണം കാശല്ലേ, ഇതെല്ലാം കൂടി ഇട്ട് കണക്ക് കൂട്ടി കഴിയുമ്പോൾ ഇതിനകത്ത് തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റാണെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പലർക്കും സമാധാനം കിട്ടുമെങ്കിൽ ആ സമാധാനം കിട്ടിക്കോട്ടെ. അപ്പോൾ 1,88,00,000 ഇന്നലത്തെ കിട്ടിയേക്കുന്നത്. ഇന്ന് ബുക്കിംഗ് നമ്മൾ നോക്കുമ്പോൾ 16 ലക്ഷം രൂപ മാത്രമാണ് ബുക്കിങ്ങിലേക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 9,34,00,000. ഈ 16 ലക്ഷം കൂടെ കൂട്ടി, ഇന്നത്തെ 16 കൂടെ കൂട്ടിയാണ് 9,34,00,000 രൂപ ടോട്ടൽ കാണിക്കുന്നുള്ളൂ ബഫൂക്ക. എനിക്ക് തോന്നുന്നു ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് നല്ലൊരു കളക്ഷനാണ്. പക്ഷേ
ഇത്രയൊക്കെ പൊക്കിക്കളഞ്ഞിട്ട് ഈ കളക്ഷൻ പോരാ എന്നും തോന്നുന്നുണ്ട്. ഇത് വൻ ചിത്രമാണ്, വൻ ഹിറ്റാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും കേരളത്തിൽ നിന്ന് 4 ദിവസം കൊണ്ട് 9,34,00,000 രൂപയെ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പം നമുക്കതിനകത്ത് വിഷമമുണ്ട്. എന്ത് ചെയ്യാൻ, ആരോട് പറയാൻ. അപ്പം ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രം ഒള്ളി വിഷു ബമ്പർ, വേറെ ആരും എതിരാളിയില്ല. കാരണം രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എതിരാളികളില്ലാതെ തൻ്റെ ജൈത്രയാത്ര തുടരുന്ന നസ്ലിൻ എന്ന് പറയുന്ന യുവതാരം, അതുപോലെ ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിൻ്റെ കളക്ഷനാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ദിവസം 2,62,65,00,000, ബഫുക്കേട്ടയും കണ്ടും കുറവായിരുന്നു. രണ്ടാമത്തെ ദിവസമായപ്പം 2,08,00,000, അതല്പം കൂടി. മൂന്നാമത്തെ ദിവസമായപ്പോൾ 3,51,00,000, അത് വീണ്ടും കൂടി. നാലാമത്തെ ദിവസം ഇന്നലെ ആയപ്പോൾ 3,66,00,000, ഇന്നലെ വീണ്ടും കൂടി. ഈ ചിത്രം നമ്മൾ വിജയിച്ചില്ല എന്ന് പറയുന്നത് ശുദ്ധ വിവരക്കേടല്ലേ. എന്ത് ചെയ്യാൻ, നമുക്ക് വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. വിഷു ബമ്പറായിട്ട് ഈ ചിത്രം മാറിയിരിക്കുന്നു. അപ്പം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയാൻ, ബുക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് 59 ലക്ഷം രൂപയാണ് ഇപ്പം വരെ ഇത് ബുക്കിങ്ങിലൂടെ നേടിയിരിക്കുന്ന കളക്ഷൻ, ട്രാക്കിംഗ് കളക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ നിലവാരം എന്ന് പറയുന്നത് 13,21,00,000 രൂപയാണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇത് കിട്ടുന്നത്. ബഫൂക്കയ്ക്ക് 9,34,00,000, ഇതിന് 13,21,00,000. ബഫൂക്കയുടെ വേൾഡ് കളക്ഷൻ കിട്ടിയിട്ടില്ല. വേൾഡ് വൈഡ് കളക്ഷൻ ബഫൂക്കയുടെ ഏകദേശം ഒരു 15 കോടിക്ക് മുകളിൽ, ഏകദേശം ഒരു 18 കോടിയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ പ്രതീക്ഷകളൊന്നും പോലെ ഈ ബഫൂക്ക നമുക്കൊന്നും തരുന്നില്ല എന്നുള്ളതാണ് വേറെ സത്യം. നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. മലയോളം നമുക്ക് പ്രതീക്ഷിക്കാം, കുന്നോളമെങ്കിലും തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ 18 കോടി എന്നൊക്കെ പറയുന്നത്. ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ദൈവം തമ്പുരാൻ അറിയാം. ഏതായാലും 15 കോടിയെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആലപ്പുഴ ജിംഖാന തരുന്നുണ്ട്. ഏകദേശം 22 കോടിയാണ് വേൾഡ് വൈഡായിട്ട് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ 22 കോടി പ്രതീക്ഷിച്ചാലും ചിലപ്പോൾ 23, 24 ഒക്കെ തരുന്നു. എന്താ അവസ്ഥ. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് കളക്ഷൻ്റെ കാര്യത്തിലല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മരണമാഫ് എന്ന് പറയുന്ന ചിത്രമാണ്. മരണമാഫിന് നമുക്ക് ടോട്ടൽ കളക്ഷൻ നോക്കാം. 6,14,00,000 രൂപയാണ് മരണമാഫിൻ്റെ കളക്ഷൻ. ഈ മരണമാഫിൻ്റെ കളക്ഷൻ 6,14,00,000 എന്ന് പറയുമ്പം ഇതിന് ഷോകളുടെ എണ്ണം വളരെ കുറവാണ്. ബഫൂക്ക അപേക്ഷിച്ച് പകുതി ഷോ മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നിട്ടും 6,14,00,000 രൂപ ഈ ചിത്രം നേടി. അതും എന്നല്ല, ആദ്യ ദിനം തൊട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കളക്ഷൻ കൂടിക്കൂടി വരുന്നതാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ആദ്യ ദിനം 1,01,00,000 രൂപയായിരുന്നു. രണ്ടാമത്തെ ദിനമായപ്പോഴത്തേന് ഇതിൻ്റെ കളക്ഷൻ കൂടി 1,40,00,000 രൂപയായി. മൂന്നാമത്തെ ദിനമായപ്പോൾ 1,81,00,000 രൂപയായി. നാലാമത്തെ ഇന്നലത്തെ ദിവസത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 1,93,00,000. അത് കൃത്യമായിട്ടുള്ളതല്ല, അതും നോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെ 6,14,00,000 രൂപയാണ് ഇത് നേടിയിരിക്കുന്നത്. മരണമാഫ് എന്ന് പറയുന്ന ബേസിൽ ജോസഫ് ചിത്രം നേടിയിരിക്കുന്നത് 6,14,00,000 രൂപ. ഇനി നമുക്ക് അടുത്ത ചിത്രം എന്ന് പറഞ്ഞാൽ അജിത്തിൻ്റെ ചിത്രമാണ്. അജിത്തിൻ്റെ ചിത്രം ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം കളക്ഷൻ നമുക്ക് നോക്കാം. ആദ്യത്തെ ദിവസം കിട്ടിയത് 29,25,00,000. രണ്ടാമത്തെ ദിവസം 15 കോടിയായിട്ട് കുറയുന്നു. മൂന്നാമത്തെ ദിവസം അല്പം കൂടി 19,75,00,000. നാലാമത്തെ ദിവസം 21,10,00,000 രൂപയാണ് ഇതിന് കളക്ഷൻ കിട്ടിയത് ഇന്നലെ. അങ്ങനെ ടോട്ടൽ ഈ ചിത്രം നേടിയത് 28,15,00,000. ഇന്ന് ബുക്കിങ്ങിലൂടെ നേടിയിരിക്കുന്ന 3,05,00,000 രൂപ. അപ്പോൾ ഇന്നും ഈ ചിത്രം ഏകദേശം 10-15 കോടിക്കടുത്ത് എങ്കിലും നേടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വേൾഡ് വൈഡായിട്ട് ഇത് 150 കോടി കടന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. എന്താ കഥ അല്ലേ. കോടികൾക്കൊന്നും യാതൊരു വിലയില്ലാതായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇനിയും ബുക്കിംഗ് നിലവാരം ഒന്ന് നോക്കാം. വിഷു ദിനത്തിലെ ബുക്കിംഗ് നിലവാരം 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മലയാളത്തിൽ. തമിഴിലെ പിന്നെ നമ്മൾ പ്രത്യേകം പറയുന്നില്ല. തമിഴിലെ എന്ന് പറയുന്ന ചിത്രം 13,660 ടിക്കറ്റുമായിട്ടാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. മണിക്കൂർ കൊണ്ട് 13,660 ടിക്കറ്റാണ് വിറ്റുപോകുന്നത്. വല്ലാത്തൊരു വിജയം തന്നെ. അജിത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയമാണ് ഇപ്പം നേരിടുന്നത്.
അതുപോലെ മലയാളത്തിലെ നമ്പർ 1 ആയ ജിംഖാന, നമ്പർ 1 എന്ന് പറഞ്ഞോട്ടെ, ആർക്കും വിഷമമൊന്നുമില്ലല്ലോ, പറഞ്ഞില്ലേ പറ്റൂല. ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം നേടിയിരിക്കുന്നത് 7930 ടിക്കറ്റാണ് മണിക്കൂറിൽ വിറ്റ് പോകുന്നത്. ഒരു മണിക്കൂറിൽ 7390 ടിക്കറ്റ്. ഇപ്പം 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്, എനിക്ക് വിഷമമുണ്ട് പറയാൻ, മരണമാസം എന്ന് പറഞ്ഞ ചിത്രമാണ്. 3040 ടിക്കറ്റാണ് മണിക്കൂർ വിറ്റ് മാറുന്നത്. നമ്മുടെ ബിഫുക്ക, മെഗാസ്റ്റാർ മമ്മൂട്ടി അവതരിക്കുന്ന ബിഫുക്ക 2600 ടിക്കറ്റുമായിട്ട് 3ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കളക്ഷൻ കൂടിയെന്ന് ഞാൻ എങ്ങനെ പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് നിലവാരം. എന്നിട്ടും ഞാൻ ഈ കള്ളത്തരം പറയുന്നു, സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് വിഷമോ, കിടന്നാൽ ഉറക്കം പോലും വരിക. ഞാൻ എന്താ പറയണ്ടേ? ഇത്ര സത്യസന്ധമായിട്ട് വാർത്തകൾ പറഞ്ഞിട്ട് പോലും നിങ്ങൾക്കിത് വിശ്വാസമായില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. നിങ്ങളെ വഴിനീളെ നടന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാം കയറി ചീത്ത വിളിച്ചോ, എനിക്കൊരു ചുക്കുമില്ല. പറയാനുള്ളത് പറഞ്ഞു തന്നെ തീരും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്തും വരെ ഓക്കെ ബൈ.